ഫാം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത്. അപ്പം ഞാൻ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി ഇട്ടു ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടി. ഐ എം സോ ഹാപ്പി കേട്ടോ. കുറേ പേര് മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ അതിൽ കൂടുതൽ പേരും ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏത് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് യൂസ് ചെയ്തത് എന്നാണ്. അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ ഏത് സ്കിൻ വൈറ്റനിങ് ക്രീമാണെന്ന് യൂസ് ചെയ്തതെന്ന്. അത് ലാസ്റ്റ് പറയാമല്ലേ. അതിൻ്റെ മുമ്പ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മെയിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാന്ന് നോക്കാം. കുറച്ച് ടിപ്സ്, ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്തായാലും നിങ്ങളുടെ ഒരു സ്കിൻ ജേർണിയിൽ ഇല്ല, നിങ്ങളുടെ ഇപ്പോൾ എന്തെങ്കിലും സ്കിന്നിൽ പ്രോബ്ലം ആണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചിലപ്പോൾ ടാൻ ആയിരിക്കാം, ടാൻ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പിമ്പിൾസ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാലും സ്കിന്നിൻ്റെ ഒരു പകുതി പ്രശ്നം ഈ ഒരു ടിപ്സിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അതെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ 8 hours സ്ലീപ്പാണ് കേട്ടോ. മസ്റ്റായിട്ടും 8 മണിക്കൂർ ഉറങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളാവാനും ഡാർക്ക് സർക്കിൾസ് വരാനും സ്കിൻ തന്നെ ഫുള്ള് നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും കാര്യമില്ല. 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും അത് നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. 8 മണിക്കൂർ ഉറങ്ങിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ തിന്നിങ്ങും ഹെയർ ഫോളും ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ 8 മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ കഥ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുകയാണെന്ന് വെച്ചാൽ 8 മണിക്കൂറല്ല, ഒരു 10-15 മണിക്കൂർ വേണമെങ്കിലും ഞാൻ കിടന്ന് ഉറങ്ങും കേട്ടോ. ഞാൻ പൊതുവെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല. എനിക്ക് രാവിലേക്ക് ഒരു 6 മണിയല്ല, ഒരു 8 മണിക്ക് എണീക്കുക എന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമുണ്ട്. എനിക്കൊരു 10 മണി 11 മണിക്കൊക്കെ എണീക്കുമ്പോഴാണ് ഒരു ഫുള്ളായിട്ടൊരു ഉറക്കം കിട്ടിയ ഫീല്. പക്ഷെ അതൊരു ഹെൽത്തി ഹാബിറ്റ് അല്ല. നേരത്തെ ഒന്ന് എണീക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്ക് എണീറ്റില്ലെങ്കിൽ ഒരു 7 മണി 8 മണിക്കെങ്കിലും എണീക്കാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരിക കേട്ടോ. എന്നെ പോലെ മടിയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഞാനും അപ്പോൾ 6 മണിക്കൊന്നും എണീക്കാറില്ല, ഒരു 8 മണിക്കൊക്കെ എണീക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പറയണത് നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ കുഴപ്പമില്ല. മോർണിംഗ് പേഴ്സൺ അല്ലാത്തവർക്കാണ് പറയണത്. നിങ്ങൾക്കിപ്പോൾ നേരത്തെ എണീക്കാൻ മടിയാണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ശീലം ഒന്ന് മാറ്റി വരിക കേട്ടോ. ഇപ്പോൾ 11 മണിക്ക് എണീക്കുക എന്ന് വെച്ചാൽ ഒരു 9 മണിക്ക് എണീക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു 6 മണിക്കൊക്കെ എണീറ്റിട്ട് നമുക്ക് പുറത്ത് പോവുക, ഒന്ന് സൺലൈറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ച് അടിപൊളിയായിരിക്കും. അത് നിങ്ങളതൊന്ന് എക്സ്പ്ലോർ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ രാവിലെ ഒരു 11 മണിക്കൊക്കെ എണീക്കുക പറയുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല. അപ്പോൾ അത് ആർക്കെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് മാറ്റാൻ നോക്കുക. അത് നമ്മുടെ സ്കിന്നിനാണെന്ന് വെച്ചാലും ഹെയറിനാണെന്ന് വെച്ചാലും ഭയങ്കര സീനാണ്. പിന്നെ അടുത്ത സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പേര് പറയണത് കേട്ടിട്ടുണ്ട്, എനിക്ക് സ്ട്രെസ്സൊക്കെ വന്നു വെച്ചാലാണ് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്നത്, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുള്ളത്. പക്ഷേ എനിക്കൊക്കെ വന്നു വെച്ചാൽ എനിക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ വന്നെന്ന് വെച്ചാൽ ഞാൻ അപ്പം തലചുറ്റി വീഴും, ഇല്ലെങ്കിൽ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും കേട്ടോ. എനിക്ക് അപ്പോൾ പച്ചവെള്ളം കൂടെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എനിക്കപ്പോൾ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് അത്ര എന്തെങ്കിലും ഒന്ന് ചെറിയൊരു ടെൻഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ബ്ലഡ് എടുക്കണ കണ്ടാൽ തന്നെ ഞാൻ തലചുറ്റി വീഴും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോവാറില്ല. കാരണം അത്രയ്ക്ക് പേടിയാണ് ചില കാര്യങ്ങളൊക്കെ. എനിക്ക് അങ്ങനെയുള്ളതൊക്കെ കണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ടെൻഷനാവും, ഭയങ്കര സ്ട്രെസ്സാവും, പിന്നെ തലചുറ്റി വീഴും. ചെറിയ കാര്യം കേട്ടാൽ ഞാൻ ഔട്ടാണ്, എൻ്റെ മൈൻഡൊന്നും ഓക്കെ ആവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കണത് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. സ്ട്രെസ്സ് വരും, ചിലപ്പോൾ രാത്രി കിടന്ന് കരഞ്ഞ് മെഴുകും, ഭയങ്കരമായിട്ട് കരയും. രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ തന്നെ പുലർച്ചെയാവും, 3 മണിയാവും. അതൊക്കെ ഒരു പാർട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ നോക്കുക. അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. നമുക്ക് ടെൻഷൻ വരും, സ്ട്രെസ്സ് വരും, നമ്മൾ കരയും. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. എന്ത് റീസണും ആയിക്കോട്ടെ, ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ഹാപ്പി ആക്കാൻ നോക്കുക നമ്മളെ തന്നെ. ശരി, ആ ഒരു പാർട്ട് വരും. ഒരു സങ്കടം വന്നാൽ അതിനപ്പുറത്തൊരു സന്തോഷം വരും. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ആ ടെൻഷൻ വരുന്ന ടൈമിൽ ശരി ഓക്കെ
നമ്മളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. നമുക്കേ നമ്മളുടെ മൈൻഡിനെ ഹാപ്പി ആക്കി വെക്കാനും സ്ട്രെസ്സാക്കി വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കി വെക്കുക. സ്ട്രെസ്സ് വരുന്ന ടൈമിൽ കുറച്ച് കൺട്രോൾ ചെയ്യുക. അതിൽ ലിമിറ്റ് ക്രോസ് ചെയ്യേണ്ട, ഒരു ലിമിറ്റ് വരെ വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഹെയറും അടിപൊളിയാവും. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ഒന്നുമില്ല, വെള്ളം അങ്ങോട്ട് കുടിക്കുക കേട്ടോ. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നിറയെ വെള്ളം കുടിക്കുക, എത്ര പറ്റാവുന്ന അത്രയും വെള്ളം കുടിക്കുക. അപ്പം നമ്മുടെ സ്കിന്നും ഹെയറിനൊക്കെ അടിപൊളിയായി വർക്ക് ചെയ്യും, സ്കിന്ന് ഭയങ്കര ഗ്ലോ ആവാൻ തുടങ്ങുന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് കേട്ടിട്ട് കുറേ വെള്ളം കുടിക്കരുത്. ഒരു ദിവസം തന്നെ എത്ര വെള്ളം, 4 ലിറ്ററൊക്കെ വെള്ളം ഞാൻ കുടിച്ചു എന്നൊക്കെ കേട്ടവരുണ്ട്. പക്ഷെ അങ്ങനെ കുടിക്കരുത്. അധികമായ അമൃതം വിഷമാണ്. നിങ്ങളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്ന പേഴ്സൺ ആണെന്ന് വെച്ചാൽ നിങ്ങളൊരു 3 ലിറ്റർ ഇല്ല 4 ലിറ്റർ വെള്ളം കുടിക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ. പക്ഷേ എക്സസൈസ് ഒന്നും ചെയ്യണില്ല, അപ്പം എന്നെ പോലെയൊക്കെ വീട്ടിൽ വിടാണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു 2 ലിറ്റർ വെള്ളം അതൊക്കെ കുടിച്ചാൽ മതി കേട്ടോ. അധികമായ അമൃതം വിഷമാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്നത്ര ഒരു 2 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ വെള്ളം കുടിക്കുക, നമുക്ക് ചില ടൈമിൽ വെറുതെ വെള്ളം കുടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഉലുവ വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ഉലുവ എടുക്കുക, കുറച്ച് വെള്ളത്തിലിടുക, അതൊന്ന് തിളപ്പിക്കുക, എന്നിട്ട് അത് തണുത്ത ശേഷം അത് കുടിക്കാൻ നോക്കുക കേട്ടോ. അത് സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഈ ഉലുവ ഉണ്ടല്ലോ സ്കിന്നിന് മാത്രമല്ല ഹെയറിനും അടിപൊളിയായിട്ട് ഹെയർ ഒന്ന് ഷൈൻ ചെയ്യാനും ഈ തിന്നിങ് ഒക്കെ മാറ്റി ഫ്രിസി ഹെയറൊക്കെ മാറ്റി ഒന്ന് ഹെൽത്തി ഹെയർ ആക്കാൻ ഈ ഒരു ഉലുവ വെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആക്കാനും ഈ ഉലുവ വെള്ളം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി, അതും ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊന്ന് കുടിക്കാൻ നോക്കുക. സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫേസിൽ ഫുള്ള് പിമ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി മാത്രം യൂസ് ചെയ്താൽ മതി. പുറത്തുനിന്ന് വാങ്ങിക്കണ കറി വയ്ക്കാനൊക്കെ വാങ്ങിക്കണ മഞ്ഞൾപ്പൊടിയൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും റിസൾട്ട് ഉണ്ടാകും കേട്ടോ. പിന്നെ അടുത്തതാണ് ചിയാ സീഡ് വാട്ടർ കേട്ടോ. ചിയാ സീഡ് വാട്ടർ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും അടിപൊളിയായി വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചിയാ സീഡ് വാട്ടർ ഒന്ന് കുടിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ എൻ്റെ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറച്ച് സീക്രട്ട് ഐറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത് വന്നിട്ട് ഗാർലിക് ആണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് തേനിലിട്ട് കഴിക്കുക, നമ്മുടെ ആക്നി റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഡൾ സ്കിൻ ആണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ക്ലിയർ സ്കിൻ ആക്കാനും ഗ്ലോ ആക്കാനും ഈ ഒരു ഗാർലിക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് കുറേ പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് റൈസിൻ കേട്ടോ. ബ്ലാക്ക് റൈസിൻ എന്നെ ഹെൽപ്പ് ചെയ്തത്, അത് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ. കാരണം എനിക്ക് ബ്ലഡ് കമ്മിയായ ടൈമിൽ അടിക്കടി ഞാൻ ഇങ്ങനെ മയങ്ങി വീഴാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടറെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ, ആ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ബ്ലഡ് എടുത്തപ്പോൾ കൂടെ 2 പ്രാവശ്യം കുത്തിയിട്ടാണ് കേട്ടോ ബ്ലഡ് വന്നത്. അത്രയും ബ്ലഡ് കമ്മിയായിരുന്നു. അപ്പോൾ ബ്ലഡ് എടുത്തപ്പോൾ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ തലചുറ്റി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വേസ്റ്റ് ആയ ഒരു കണ്ടീഷനിൽ എന്നെ കൂടുതലും ബ്ലഡ് വെക്കാൻ ഹെൽപ്പ് ചെയ്തതാണ് ഈ ബ്ലാക്ക് റൈസിൻ കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് റൈസ് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങൾക്കിപ്പോൾ പീരീഡ്സ് ടൈമിൽ നിങ്ങൾക്ക് ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം എൻ്റെ ഒരു പീരീഡ്സ് ആവുന്ന ടൈമിൽ എനിക്ക് ഹെവി എന്ന് പറഞ്ഞു വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റൊമക്ക് പെയിൻ ആണ്. എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റില്ല, അത്രയും വേസ്റ്റ്. പിന്നെ ഒന്നാമത് മൂഡ് സ്വിങ്സും. അപ്പോൾ അതൊക്കെ ഉള്ളത് ടൈമിൽ എന്നെ കുറച്ചും കൂടെ ആ പെയിൻ ഒന്ന് അത്ര റെഡ്യൂസ് ചെയ്യില്ലെങ്കിൽ കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ബ്ലാക്ക് റൈസിൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസും ഹെൽപ്പ് ചെയ്യുക, ആക്നെ റെഡ്യൂസ് ചെയ്യാനും. സ്കിന്നുണ്ടല്ലോ, എനിക്ക് അറിയില്ല, എനിക്കിവിടെ ചുമന്ന പോലെയൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ കാരണം അത് അത്രയും കഴിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഹെൽപ്പ് ചെയ്യും. എന്താ പറയുക, നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കും കേട്ടോ. അടുത്തത് ഒരു സീക്രട്ട് ആയിട്ടാണ് കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിന്നാണ് പൊതുവേ. അപ്പോൾ ആ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റി ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് എന്താണെന്നറിയോ? തക്കാളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഈ പറയുന്നത്, തക്കാളിയോ? അതെ, തക്കാളി. എനിക്ക് വേണമെങ്കിൽ നിങ്ങളൊരു 5 തക്കാളി തന്ന ഒരു ദിവസം കൊണ്ട് ഞാനത് കഴിക്കും. കാരണം എനിക്ക് തക്കാളി അത്ര ഇഷ്ടമാണ്. തക്കാളി കഴിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്കിന്ന് പ്ലംബി ആക്കാനും ഹൈഡ്രേറ്റ് ആക്കാനും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഒരു തക്കാളി വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിന്നൊന്ന് പ്ലംബി ആവാനും ഒന്ന് ഹൈഡ്രേറ്റ് ആവാനും ഒന്ന് ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ കൊറിയൻ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതുപോലെ തോന്നും കേട്ടോ. അങ്ങനെ പക്കാവായിട്ട് കൊറിയൻ സ്കിന്നൊന്നുമല്ല, പക്ഷേ നമ്മളൊക്കെ ഒരു ഗ്ലോ തരാൻ സൂപ്പർ.
അതുപോലെ തന്നെ ഫുഡൊക്കെ ഞാൻ ഒരുവിധം എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവന്നു കേട്ടോ. അതുപോലെ തന്നെ സ്കിൻ കെയറും ചെയ്യാൻ തുടങ്ങി. സ്കിൻ കെയർ ഞാൻ ഫസ്റ്റ് ഒന്നും പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും നമ്മളുടെ ഡയറ്റും നമ്മുടെ ഫുഡും ഒന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ പിന്നെ സ്കിൻ കെയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിനോടാണ്. അപ്പോൾ കഴിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ വാരി വലിച്ച് കഴിക്കുക, എന്ത് ഫുഡും കഴിക്കുക അങ്ങനെയല്ല. കുറച്ച് ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെയൊക്കെ നിങ്ങളുടെ ഓരോ ദിവസത്തിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ദിവസം ചിയാ സീഡ് വാട്ടർ ആണെന്ന് വെച്ചാൽ ശരി, അടുത്ത ദിവസം ഒരു ഉലുവ വെള്ളം കുടിക്കുക. അതുപോലെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് നമ്മുടെ സ്കിൻ കെയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റാൻ നോക്കുക. നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരാൻ നോക്കുക കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ ചെയ്യണം, ഇതുപോലെ ഫുഡ് കഴിക്കുകയും വേണം, അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയറും അതിൻ്റെ ഒപ്പം കൊണ്ടുപോകണം കേട്ടോ. ഫുഡ് കഴിക്കാണ്ട് സ്കിൻ കെയർ മാത്രം ഇല്ലെങ്കിൽ ഹെയർ കെയർ മാത്രം ചെയ്തു എന്ന് വെച്ചാൽ അതിൽ റിസൾട്ട് തരില്ല. കാരണം നമ്മൾ പുറത്ത് കൊടുക്കുന്നത് എന്താണോ അതുപോലെ തന്നെ നമ്മൾ അകത്തും കൊടുക്കണം. എന്നാലാണ് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് എന്തായാലും പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ ചെയ്ത് എനിക്ക് വർക്കായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പം നട്ട്സാണ്, ഇപ്പോൾ ഫ്ലാക്സ് സീഡ് കഴിക്കാൻ നോക്കുക. ഞാൻ ആ ടൈമിൽ എനിക്ക് ഫ്ലാക്സ് സീഡും ചിയാ സീഡിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനിപ്പോൾ ചിയാ സീഡൊക്കെ ഈ റീസെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്ന് റിസൾട്ട് തന്നു, ഇപ്പം ചിയാ സീഡ് വാട്ടർ കുടിച്ചു, അതെനിക്ക് റിസൾട്ട് തന്നു, ഇനി വേറെ ഒന്നും ട്രൈ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് കഴിക്കാൻ നോക്കുക. അങ്ങനെ ഓരോരോ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഫസ്റ്റ് തന്നെ ചിയാ സീഡ് വാട്ടർ മാത്രം കുടിച്ചാൽ നമുക്ക് ഭയങ്കര ബോറടിക്കില്ല. അപ്പോൾ വേറെ പുതിയ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതിനെക്കാട്ട് റിസൾട്ട് തരുന്നത് അതായിരിക്കും. അങ്ങനെ ഡെയിലി നമുക്കൊരു എന്താ പറയുക, ഒരു ചാർട്ട് പോലെ ഈ ദിവസം ഞാൻ ഇത് കഴിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് കഴിച്ചിരിക്കണം. ഭയങ്കരമായിട്ട് ലോങ് ആയിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കേണ്ട. ഒരു ദിവസം ഞാൻ ചിയാ സീഡ് വാട്ടർ കുടിക്കും, ഈ ഒരു സ്മൂത്തി ഞാൻ കഴിച്ചിരിക്കും, എൻ്റെ ഹെയറിന് വേണ്ടി ഞാൻ ഫ്ലാക്സ് സീഡ് കഴിച്ചിരിക്കും. അത് മാത്രം ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ചായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക. എന്തായാലും ചേഞ്ചസ് സ്കിന്നിൽ മാത്രമല്ല ഹെയറിലും കാണാൻ തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഒന്ന് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇനി സ്കിൻ വൈറ്റനിങ് ക്രീം ഏതാണ് യൂസ് ചെയ്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കിൻ വൈറ്റനിങ് ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ തെറി വിളിക്കരുത്, ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ച സാധനമായിരുന്നു. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് വെച്ചാലും ആർക്കാണെന്ന് വെച്ചാലും ഞാനൊരു വൈറ്റനിങ് ക്രീം എന്തായാലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കാനാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്നതും നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാനാണ്. നമ്മൾ വയസ്സാകും, നമ്മുടെ സ്കിന്ന് ചുളുങ്ങും, എല്ലാം ചെയ്യും. അപ്പോൾ എന്തിനാണ് ഈ സ്കിൻ കെയർ ഒക്കെ എന്ന് പലരും ചോദിക്കും. അപ്പോഴും ആ ചുളുങ്ങുന്ന ടൈമിലാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാനാണ് നമ്മുടെ സ്കിൻ കെയറും സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്നത്. സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാ അറിയോ? നമ്മുടെ സ്കിൻ തിന്നിങ് ഉണ്ടാവും കേട്ടോ. സ്കിന്ന് ഭയങ്കര തിന്നാക്കും. പിന്നെ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും, റെഡ്നെസ് ഉണ്ടാവും, ബേണിങ് സെൻസേഷൻ ഉണ്ടാവും, ഇച്ചിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം, വെയിലത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ കൊള്ളുമ്പോൾ തന്നെ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആർക്കും സ്കിൻ വൈറ്റനിങ് ക്രീം സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. സ്കിന്നിനെ ഭയങ്കര വേസ്റ്റ് ആക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത് ഇല്ലാണ്ട് അതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല കേട്ടോ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിൻ അത്രയും ഡ്രൈ ആവുക, എങ്ങനെ വേസ്റ്റ് ആവാൻ പറ്റുമോ അങ്ങനെ വേസ്റ്റ് ആവും ഈ ഒരു വൈറ്റനിങ് ക്രീംസൊക്കെ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ. അപ്പം നിങ്ങൾ അതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നമ്മളുടെ വീഡിയോസ് കുറേ ടീനേജേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യരുത്. കുറേ പേര് പറയും വെളുത്തിട്ട് പാറായി, ഇത് യൂസ് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് ഇട്ട് നമ്മുടെ ഹോൾ ബോഡി വെളുക്കും, പെട്ടെന്നാണ് റിസൾട്ട്, അങ്ങനെയൊക്കെ. അതിലൊന്നും വീഴാണ്ടിരിക്കുക. കറക്റ്റായിട്ട് നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഡയറ്റും പിന്നെ സ്കിൻ കെയറും വീട്ടിലുള്ള
സാധനങ്ങൾ തന്നെ മതി. ഒരു തക്കാളി ഉണ്ടെന്ന് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് മാറാൻ അത് തന്നെ ധാരാളമാണ്. പെട്ടെന്ന് റിസൾട്ട് തരുന്നതിലൊന്നും പോയിട്ട് വീഴാതിരിക്കുക. മെല്ലെ മെല്ലെ റിസൾട്ട് തരും. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ ധാരാളമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തക്കാളിയും ബീട്രൂട്ടും കുക്കുംബറും എല്ലാം ധാരാളമാണ്. അത് മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ ചേരുന്നത് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. വെളുത്തിട്ട് പാറണം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി വെക്കുക. നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ അതിനെ ഹെൽത്തി ആക്കി വെക്കുക. പാക്നി ഉണ്ടെന്ന് വെച്ചാൽ അത് റിഡ്യൂസ് ചെയ്യാനോ, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് വെച്ചാൽ അത് റിഡ്യൂസ് ചെയ്യാനോ നോക്കുക. ഇല്ലാണ്ട് അവിടെ വെളുക്കണം, ഇവിടെ വെളുക്കണം, ഹോൾ ബോഡി വെളുക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. അത് ആരെങ്കിലും സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു പറയുന്ന കാര്യം, സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്ന കാര്യം എത്ര പേർക്ക് ഇത് ഡൈജസ്റ്റ് ആവുന്ന എനിക്കറിയില്ല. പക്ഷേ ഒരു 2 പേരെങ്കിലും മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും യൂസ് ചെയ്യാണ്ടിരിക്കുക. 2 പേരിൽ ഒരാളെങ്കിലും ശരി സ്കിൻ വൈറ്റനിങ് ക്രീം ഇനി യൂസ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ അത് മതി കേട്ടോ. എനിക്കത് മാത്രം മതി. നിങ്ങൾ ഈ പറയുന്ന ഡയറ്റും ഒന്ന് എക്സസൈസ് ചെയ്യുക, ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുക, സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ തന്നെ ധാരാളമാണ് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ലാണ്ട് വെളുക്കാനൊന്നുമല്ല. ഫസ്റ്റ് നമ്മുടെ സ്കിന്നിനെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക. വേറെ ഒന്നും വേണ്ട. മനസ്സിലായോ? നമുക്കിപ്പോൾ നമ്മുടെ സ്കിന്ന് വെളുക്കണോ കറുക്കണോ എന്നുള്ളതിലല്ല, നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആണോ, ഹെൽത്തിയായി നമ്മൾ വെക്കുന്നുണ്ടോ, എങ്ങനെ ഹെൽത്തിയായി വെക്കാം എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. വേറൊന്നും കൂടുതൽ ആലോചിച്ച് തല കുഴപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്കിൻ വൈറ്റനിങ് ക്രീമൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുടെ പഴയ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ രക്തചന്ദനവും ടേർമറിക്കും മഞ്ഞൾപ്പൊടിയും. അതൊക്കെ യൂസ് ചെയ്തു എന്ന് വെച്ചാൽ എന്തായാലും റിസൾട്ട് കിട്ടും. അതൊക്കെ നമ്മുടെ സ്കിന്ന് ചേഞ്ചസ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ ധാരാളമാണ്. ഇല്ലാണ്ട് സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് വെളുക്കുക, പിന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ്, അതിൻ്റെ പുറമെ പിന്നെയും ഡോക്ടറിനെ കാണാൻ ഓടേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ടിരിക്കുക. യൂസ് ചെയ്യണവരാണെന്ന് വെച്ചാൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു സൺസ്ക്രീൻ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ഇല്ലാണ്ട് വെളുത്തിട്ട് പാറിയേ പറ്റൂ എന്നുള്ളവർക്കാണെന്ന് വെച്ചാൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്കിന്നാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കൊരു പരിധി വരെയാണ് എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും. ഇല്ലാണ്ട് എനിക്കിതിലൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സ്കിൻ വൈറ്റനിങ് ക്രീമൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാനും പോണില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സിനാണെന്ന് വെച്ചാലും ആർക്കാണെന്ന് വെച്ചാലും ഞാനത് സജസ്റ്റ് ചെയ്യാനും പോണില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഡയറ്റും സ്കിൻ കെയറും പിന്നെന്താ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് അടിപൊളിയായി ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി സ്കിൻ അത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അത് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയക്കുന്നത് എനിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അയക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്തിട്ടൊന്ന് കാണാം. ഇല്ലെങ്കിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മെസ്സേജ് കാണുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ലവ് യു.